ഓക്കെ, യൂട്യൂബ് വഴിയായിട്ട് കാണുന്നവർ സൂം ചെയ്തിട്ട് കാണുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പോസ് ചെയ്തിട്ട് വേണം യൂട്യൂബിൽ കാണുന്നവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോർഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ ഒത്തിരി ഡേറ്റാസ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളത് പരുവം പോലെ സൂം ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ഇവിടെ ഉള്ളവർ എന്ത് ചെയ്യുക, ലൈവായിട്ട് കാണുന്നവർ 6 വരെ ചെയ്തിട്ട് എസ് എന്ന് പറയുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ ശ്യാമൽ. രണ്ടാമത്തത്, പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ ആണ്? ക്രിപ്സ് മിഷൻ. രണ്ടാമത്തത് ഓപ്ഷൻ സി ആണോ? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം 3 സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ എ. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ചൗരി ചൗര. നാലാമത്തെ ആൻസർ ഓപ്ഷൻ ഡി. അഞ്ചാമത്തത്, 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ 5 ബി. സർ സി ശങ്കരൻ നായർ. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2025 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? ആറാമത്തെ ആൻസർ ഓപ്ഷൻ ബി ഉസ്മാൻ ഡംബല. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് നിങ്ങൾ യൂട്യൂബിലുള്ളവർ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ആദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെ പറഞ്ഞെങ്കിലേ പുതുതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ മനസ്സിലാവത്തുള്ളൂ. ലാസ്റ്റ് വരെ ചെയ്തിട്ട് സൂം ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഏഴാമത്തെ ആൻസർ, താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം ആണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ശരി. ശരിയായപ്പെട്ട പോഷക നദികൾ ഏതെല്ലാം? എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. കാവേരി, കബനി, ചമ്പൽ, ബനാസ്. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം 9. ആൻസർ ഓപ്ഷൻ എ തിര ആവൃത്തി. ഇനി അടുത്തതും നിങ്ങൾ പോസ് ചെയ്ത് സൂം ചെയ്ത് സ്ക്രോൾ ചെയ്ത് എഴുതുക. താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും. ശരിയായ പ്രസ്താവന 11. വയനാട് 11ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. വയനാട് ജില്ലയിൽ 3 താലൂക്കുകൾ ഉണ്ട്. 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ചിറ്റൂർ. 12 ഓപ്ഷൻ എ. 13 മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ബി പൊതുമേഖലയും സ്വകാര്യ മേഖലയും. 14 ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ. 14 ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏതു രാജ്യത്തു നിന്നാണ് കടം എടുത്തത്? 15 ഓപ്ഷൻ എ റഷ്യ. 16 ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖലയാണ്? ഓപ്ഷൻ ബി പ്രാഥമിക മേഖല. നെക്സ്റ്റ് 22 വരെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതുക, എന്നിട്ട് എസ് പറയുക. താഴെ പറയുന്നതിൽ സാമ്പത്തിക വികസനത്തിന്റെ അളവുകോൽ ഏത്? 17 ഓപ്ഷൻ സി പ്രതിശീർഷ വരുമാനം. 18 കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യാത്ത നികുതി ഏത്? 18 ഓപ്ഷൻ ഡി തൊഴിൽ നികുതി. ചോദനം അതിന്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു. ആരുടെ വാക്കുകൾ? 19 ഓപ്ഷൻ സി JM കെയ്ൻസ്. 20 കാലഗണന ക്രമത്തിൽ രാഷ്ട്രപതിമാരെ അറേഞ്ച് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഒന്നാമത്തത് രാജേന്ദ്ര പ്രസാദ്, രണ്ടാമത്തത് രാധാകൃഷ്ണൻ, മൂന്നാമത്തത് സക്കീർ ഹുസൈൻ, നാലാമത്തത് VV ഗിരി. അംഗത്തിന്റെ കാലാവധി 6 വർഷം. 21 ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തിന്റെ ആൻസർ ബി ആണ്, 6 വർഷം രാജ്യസഭയിലെ കാലാവധി. ധനകാര്യ ബിൽ അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. രാജ്യസഭയെ നമ്മൾ എന്തെന്ന് പറയുന്നു? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നു രാജ്യസഭ. ആൻഡ് ലോക്സഭ ഹൗസ് ഓഫ് ദ പീപ്പിൾ. ശരിയാണോ? അല്ല, ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്നത് ശരിയാണോ? ഓക്കെ.
ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് യോഗ്യത 22 ഓപ്ഷൻ എ, വകുപ്പ് 58. ഇത് ചെറിയൊരു എക്സാം ആയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അതായത് ചെറിയ എക്സാം മീൻസ് സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, അറ്റൻഡർ ഗ്രേഡ് 2 എന്നൊക്കെ പറയുന്ന എക്സാം ആയതുകൊണ്ടാണ്. എല്ലാ പരീക്ഷയും ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് തുള്ളിച്ചാടും അല്ലെ. അടുത്ത പേജ് നോക്കിയിട്ട് സൂം ചെയ്ത് സ്ക്രോൾ ചെയ്യുക. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? 23 ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തേത് മാത്രമാണ് ഉൾപ്പെടാത്തത്. പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം. 25 ഏപ്രിൽ മാസം മുതൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ഡി, ഇവരാരും അല്ല. ആൻസർ ആരാണ്? നരേന്ദ്രമോദി. 91 ഭരണഘടനാ ഭേദഗതി 25 ഓപ്ഷൻ ബി എ 3. മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാ അംഗങ്ങളുടെ 15% കഴിയാൻ പാടില്ല. ബി 74 എന്തുവാണ്? അതായത് മുനിസിപ്പാലിറ്റി ആക്ട്. 86 വിദ്യാഭ്യാസം എന്തേ 42 കാലാവധി 6 വർഷമാക്കി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് 26 ആൻസർ ഈസ് ഓപ്ഷൻ എ, അജിത് ഡോവലാണ്. ഇനി നെക്സ്റ്റ് 29 വരെ എഴുതിയിട്ട് പറയുക കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി, 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. 243K അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുൻപേ ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. നെക്സ്റ്റ്, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏത്? 28 ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. സ്വയംഭരണ സ്ഥാപനം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അണ്ടറിലുള്ളത്. രണ്ടാമത്, സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 29 സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? 29 ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ ആണ്. സാമ്പത്തിക സ്ഥിതി ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ അവലോകനം ചെയ്ത് റെക്കമെൻഡേഷൻസ് ഒക്കെ സമർപ്പിക്കുന്നു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. പുതിയ ധനകാര്യ കമ്മീഷൻ വന്നോ? ഇവരിപ്പോ ഫൈനൽ കീയിൽ ഇപ്പൊ ഇന്ന് വന്നതാണ്. ഇതിന്റെ ഫൈനൽ കീ ഇതിൽ മാറ്റിയിട്ടില്ല. 17/6 വന്നാണ് കേട്ടോ. ഇന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ. BP ജോയ് നോക്കാം. പക്ഷെ ഇവര് ഫൈനൽ കീയിൽ അതാ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് മാർക്ക് ചെയ്തേക്കുന്നത് 30. ഒരു സെക്കൻഡ്, 29 ആൻസർ എന്തോ നമ്മൾ മാർക്ക് ചെയ്തേ? ഡി അല്ലയോ? ഇനി 30 മുതൽ ചെയ്യുക. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന 30 ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് തെറ്റെന്ന് പറയുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? 31 ആൻസർ ഈസ് ഓപ്ഷൻ എ, 2ഉം 3ഉം ആണ് തെറ്റായത്. 32 ആൻസർ ഈസ് ഓപ്ഷൻ എ. ശരിയായത് ഏത്? വയോജന സംരക്ഷണം. 1ഉം 3ഉം ശരിയാണ്. കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കൽ ആണ് മന്ദഹാസം പദ്ധതിയിലൂടെ വരുന്നത്.
കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 33 ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഒന്ന് മാത്രം ശരിയാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സാക്ഷരതാ മിഷൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കോശം കണ്ടുപിടിച്ചത് ആര്? 35 ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്. 36 പഴയ ഈച്ച എന്നറിയപ്പെടുന്നത്. 36 ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡ്രോസോഫില. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി 37 ഓപ്ഷൻ ബി. ലോക ഡയബറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത് 38 എ നവംബർ 14. നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ 39 ആൻസർ ഈസ് ഓപ്ഷൻ സി വൈറ്റമിൻ സി. സിയും കൊള്ളാം അല്ലെ? ഇനിയും 45 വരെ 46 വരെ എഴുതിയിട്ട് പറ കേട്ടോ. ഇതിന് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന്? 3 ഉണ്ട്. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി 40 ഓപ്ഷൻ എ റെയ ഒഡിങ്ങ. ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം 41 ക്യാൻസൽഡ്. 42 എന്ത് ലോകകപ്പാന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന്റെ അളവ് ഏകദേശം 840 കിലോ ജൂൾ ആണ്. എത്ര കലോറിക്ക് തുല്യമായിരിക്കും? 42 ആൻസർ ഈസ് ഓപ്ഷൻ സി 200 കിലോ കലോറിക്ക് തുല്യമാണ്. 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എത്രയാണ്? 43 ഓപ്ഷൻ ബി -5 d ആണ്. ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട്, പവർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവർ തന്നു കഴിഞ്ഞാൽ 1/f ആയിരിക്കും തരുന്നത്. സോ 1/20 ഇടുമ്പോൾ 100 ഇത് വരും. സോ -5 ആണ്, കോൺകേവ് ആയതുകൊണ്ടാണ്. ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 44. അതായത് P = 1/f എന്ന് കേട്ടിട്ടില്ലേ? പവർ = 1 ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ് പവർ എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് 1/20 നോക്കാം. സോ 100ൽ എടുക്കുന്ന ഇത് നമുക്ക് സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് 1 മീറ്ററിനാണ് പറയുന്നത്. സോ 100 സെന്റിമീറ്റർ ആയിട്ട് വരും. 5 ആയിട്ട് വരും. 100/20 വരുമ്പോൾ സോ പവർ എത്ര ആയിട്ട് വരും? കോൺകേവ് ആയതുകൊണ്ട് മൈനസ് വരും. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 44 ഓപ്ഷൻ ബി. 2ഉം 4ഉം ശരിയായതാ ചോദിച്ചേക്കുന്നത് അല്ലെ? 2ഉം 4ഉം. ഇന്നലത്തെ ചോദ്യത്തിനകത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ചോദ്യം കണ്ടില്ലായിരുന്നോ കൊച്ചുങ്ങളെ? ഒരു ശബ്ദം റിലേറ്റ് ചെയ്ത് അനുദൈർഘ്യം. ഇന്നലെ ചെയ്തതിനകത്തായിരുന്നോ? ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവും. അത് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പ്രകാശം വൈദ്യുത കാന്തിക തരംഗം ആണ്. ഓക്കെ. ഇനിയും പുതിയ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 45 ബി എല്ലാ പ്രസ്താവനയും ശരിയാണ്. പാമ്പൻ പാലം മോദി ഉദ്ഘാടനം ചെയ്തു. ഡേറ്റ് 25 ഏപ്രിൽ 6 ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. നീളം 2.07 കിലോമീറ്റർ ആണ്. ബ്രിക്സ് ഉച്ചകോടി 2026 46ാമത്തെ ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി ഇന്ത്യ. സിമ്പിൾ ചോദ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ടൈം കൂടുതൽ എടുക്കുന്നുണ്ടല്ലോ. 47 STPയിൽ 1 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം 47 ആൻസർ ഈസ് ഓപ്ഷൻ സി 22.4 ലിറ്റർ. 48 കപട സംക്രമണ മൂലകം 48 ഓപ്ഷൻ ഡി സിങ്ക്. 49 ഏത് ലോഹത്തിന്റെ അയിരാണ്? 49 എ സിങ്ക്. 50 ഓപ്ഷൻ ബി മാർച്ച് 20 ലോക കാലാവസ്ഥാ ദിനം. 51 ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി ഏത്? 51 ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഓഗസ്റ്റ് 23, 2023. അങ്ങനെയൊക്കെ ചെയ്യണം. ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 52 ഓപ്ഷൻ എ ചവിട്ടു നാടകം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി 53 ആൻസർ ഈസ് ഓപ്ഷൻ ഡി CK ലക്ഷ്മൺ ആണ്. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവൽ? 54 ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം. 55 ശബരിമല ക്ഷേത്രം ഏത്
ഇതിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. 63 വരെ ചെയ്തിട്ട് പറയുക. രണ്ടായിരത്തി 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രം തന്തപ്പേര്. മച്ചാട്ടിളയത് ഓപ്ഷൻ ബി തിരുവാതിരപ്പാട്ട്. ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ. എല്ലാ ഓപ്ഷൻ ബി ആണ്. 58 വരെ. 59 ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1024 ബൈറ്റ് ആണ് 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. 60 എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. 60ാമത്തത് ഓപ്ഷൻ സി മോസില്ല ഫയർഫോക്സ്. സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം 61. ആൻസർ ഈസ് ഓപ്ഷൻ എ. IT ആക്ട് 2000 അമെന്റ്മെന്റ് ചെയ്തിരിക്കുന്നു 2008ലാണ്. WW കണ്ടുപിടിച്ചത് 62. ആൻസർ ഈസ് ഓപ്ഷൻ സി ടീം ബേണേഴ്സ്ലി ആണ്. 63 എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഒരു കമ്പ്യൂട്ടർ മൊബൈൽ ഫോണുമുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? അതാണ് പാൻ കണക്ഷൻ. ഓക്കെ, 23 പാൻ. എഴുപത് വരെ എഴുതുക കേട്ടോ. 70 മുതൽ മാക്സ് ആണ്. ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. 90 ഇത് നിങ്ങളിപ്പം 70 വരെ എഴുതിച്ചാൽ മതി ഇതിനകത്ത് കേട്ടോ. ബാക്കി ഞാൻ അല്ലാതെ സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്തിട്ട് അതുകൂടെ അങ്ങ് എഴുതി വെച്ചോണം കേട്ടോ. പെട്ടെന്ന് ഞാൻ അങ്ങ് മാർക്ക് ചെയ്തോളാം. നിങ്ങൾ നോക്കണ്ട ആൻസർ. രണ്ടായിരത്തി 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആര്? 64. ആൻസർ ഈസ് ഓപ്ഷൻ ബി അഖിൽ പി ധർമ്മജൻ. 2025 ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതല ഏറ്റത് 65 ഡി ബി ആർ ഗവായ്. വകുപ്പ് 8 പ്രകാരം വിവരാവകാശ നിയമം വിവരങ്ങളാണ് വെളിപ്പെടുത്തേണ്ടതല്ലാത്തത്. 66. ആൻസർ ഈസ് ഓപ്ഷൻ എ. പരമാധികാരത്തെയും അഖണ്ഡതയും ബാധിക്കുന്നവ. 67 പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ. 67. ആൻസർ ഈസ് ഓപ്ഷൻ സി 5 വർഷം. 69 2005 ഗാർഹിക പീഡന നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരം ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്? 69 ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ്. 70 പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചെയ്തതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക? പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗം അംഗമല്ലാത്ത ആരെയും. ഇനി അടുത്ത നിങ്ങൾ ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. 80 വരെ ഉള്ളതിന്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. എന്നിട്ട് ആൻസർ ഇപ്പൊ നോക്കരുത്. ഞാൻ പെട്ടെന്ന് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എസ് എന്ന് പറയൂ. ഓക്കെ, 71 സി ആണ്. 72 ബി ആണ്. 73 എ. 74 ഡി. 75 സി. 76 എ. 77 ഡി. 78 സി. 79 എ. 80 ബി. ഞാൻ അടയാളപ്പെടുത്തിയതും പറഞ്ഞതും ശരിയാണോ? മാച്ചിങ് ആണല്ലോ. ഇനി അടുത്തതിന്റെ സ്ക്രീൻഷോട്ട് അങ്ങ് എടുക്കും. ഞാൻ പെട്ടെന്ന് ഇത് മാർക്ക് ചെയ്യാം. കാരണം ഞാൻ ഇന്ന് ഇച്ചിരി തിരക്കുള്ളൊരു ദിവസമാണ്. കുറെ കാര്യങ്ങൾ ഇന്ന് ഒരുമിച്ച് വന്നതുകൊണ്ട്. എടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ. ആൻസർ നോക്കരുത്. 81 നിങ്ങൾ ഇനി നോക്കരുത്. ഞാൻ പറയുന്നത് മാർക്ക് ചെയ്തത് മാത്രമേ നോക്കാവൂ. 81 എ. 82 ഡി. 83 ബി. 84 ബി. എഴുതി വെക്കരുതേ. 85 എ. 86 ബി. 87 സി. 88 ഡി. 89 ബി. 90 ബി. പറഞ്ഞ എല്ലാം ശരിയാണോ? 89ഉം 90ഉം ബി.
ഓക്കെ. 90 ഇവിടെ മുതലുള്ളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എസ് പറയും. എടുത്തോ. 91 ബി, 92 സി, 93 ബി, 94 ഡി, 95 എ. അടുത്തതും ഉള്ള സ്ക്രീൻഷോട്ട് എടുത്തോളൂ. വീഡിയോ കാണുന്നവര് പോസ്റ്റ് ചെയ്തിട്ട് ചെയ്താലും മതി. എഴുതിയോ? 96 ഡി, 97 എ, 98 ബി, 99 സി, 100 സി. ഓക്കെ. ഈ ഒരു PDF കൂടെ വന്നോന്ന് നോക്കാം. PDF എല്ലാം ഇനിയും ടെലഗ്രാം ഓപ്പൺ ആയതിനു ശേഷമായിരിക്കും നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ ദിവസത്തേക്ക് ഞാൻ ഇട്ട് വെച്ചേക്കാം കേട്ടോ. ഓക്കെ. ആപ്പിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമെങ്കിൽ ആപ്പിൽ ഇതിന്റെ പിന്നെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ട് തന്നേക്കാം. ഈ ഒരു സംഭവത്തിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കേണ്ട കീ ആപ്പിൽ ഇട്ട് തന്നേക്കാം കേട്ടോ. നോട്ടിഫിക്കേഷൻ അത് ആപ്പിൽ വരും. ഓക്കെ. ചിലപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നോട് ആരെങ്കിലും 1-2 പേര് പറയണേ. ഓക്കെ. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ. ഫയൽ വന്നു എന്നാണോ പറഞ്ഞത്? ഫയൽ വന്നു എന്നാണോ പറഞ്ഞത്? ഓക്കെ.